ശ്രീമദ് ഭാഗവതം സ്കന്ധം 4 അധ്യായം 8 അത അഷ്ടമോധ്യായക. മൈത്രേയ ഉവാച. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. സനകാദ്യ നരദച്ച ഋപുർഹംസോ അരുണീര്യദിഹി നൈതേ ഗൃഹാൻ ബ്രഹ്മസുധാ ഹ്യാവസന്നോർദ്ധരേദസകാ. മൃഷാധർമ്മസ്യ ഭാര്യ ആസീദംഭം മായാം ച ശത്രുഘ്നൻ അസുതമിഥുനം തത്തോ നിര്യതേർജഗൃഹേ അപ്രജഹാ. തയോः സമവല്ലോഭോ നിഗൃധിച്ച മഹാമതേ താഭ്യാം ക്രോധശ്ച ഹിംസാ ച യദുരുക്തേ സ്വസാ കലിഃ. ദുരക്തോ കലിരാദത്ത ഭയം മൃത്യും ച സത്തമാ തയോശ്ച മിഥുനം ജജ്ഞി യാതന നിരയസ്തദാ. സംഗ്രഹേണ മയാ ആഖ്യാതഃ പ്രതിസർഗസ്തവാനഃ സ്ത്രീഹേ ശ്രുത്യൈതൽ പുമാൻ പുണ്യം വിദുനോത്യാത്മനോമലം. അദാതഃ കീർത്തയേ വംശം പുണ്യകീർത്തെ കുരുദ്ദഃ സ്വയംഭുവസ്യാഭിമനോ ഹരേരം ശംശ ജന്മനഃ. പ്രിയവൃതോത്താനപാദോ ശതരൂപപദേകേ സുതോ വാസുദേവസ്യ കലയാ രക്ഷായാം ജഗതഃ സ്ഥിതോ. ജായേ ഉത്താനപാദസ്യ സുനീതിഃ സുരുചിസ്തയോഃ സുരുചിഃ പ്രേയസേ പതിർനേതരാ യൽസദോ ധ്രുവഃ. ഏകദാ സുരുചേഃ പുത്രമംഗമാരോപ്യ ലാളയൻ ഉത്തമം നാരുരുക്ഷന്തം ധ്രുവം രാജാഭ്യനന്ദത. തഥാ ചികീർഷമാണം തം സബന്ധ്യസ്തനയം ധ്രുവം സുരുചിഃ ശൃണ്വതോ രാജ്ഞഃ ശീർഷ്യാമാഹാദേ ഗർവദാ. ന വത്സ നൃപൃതിർധിഷ്ണം ഭവാനാരോടുമർഹതി ന ഗൃഹീതോ മയാ യത്വം കുക്ഷാവപി നൃപാത്മജഃ. ബാലോऽസ്തി ബദനാത്മാന മന്യസ്തിർഗർഭസമ്പ്രദം നൂനം വേദ ഭവാൻ യസ്യ ദുർലഭേ അർത്ഥേ മനോരഥഃ. തപസ ആരാധ്യ പുരുഷം തസ്യൈവാനുഗ്രഹേണ മേ ഗർഭേ ത്വം സാധയാത്മാനം യദ്ദേച്ഛസേ നൃപാസനം. മൈത്രേയ ഉവാച. മാതുകോ സപത്ന്യഃ സദുരുക്തിവിന്ദഃ ശ്വസൻ രുഷാ ദണ്ഡഹതോ യഥാ ഹി ഹിത്വാമിഷന്തം പിതരം സന്നവാചം ജഗാമാ മാതുകോ പരുതൻ സഹാസം. തം നിഹേശ്വസന്തം സ്ഫുരിതാദരോട്ടം സുനിധിരുത്സംഗ ഉദ്യഹ്യ ബാലം നിശമ്യ തത്പൗരമുഖാനിദാന്തം സ വിവ്യതേ യദ്ഗദിതം സപത്ന്യാ. സോത്സുജ്യ ധൈര്യം വിലലാപശോഭ ധാവാഗ്നിന ധാവലദേവ ബാല. വാക്യം സപത്ന്യഃ സ്മരതി സരോജ ശ്രിയാദൃശ ബാഷ്പകലാമുവാക. ദീർഘം ശ്വസന്തി വിജനസ്യ ഭാരമപശ്യത്തെ ബാലകമാഹ ബാല. മാമംഗളം തത പരുഷേമംസ്ത ഭുങ്ക്തേ ജനോ യത് പരദുഃഖസ്തത്. സത്യം സുരുജ്യാഭിഹിതം ഭവാൻ മേ യദ്ദുർഭഗായ ഉദരേ ഗൃഹീതഃ. തന്നേന വൃദ്ധശ്ച വിലഞ്ജതേയാം ഭാര്യേതി ഭവോഡോമെഡസ്പതിർമാം. ആദിഷ്ടതത്തത വിമത്സരസ്ത്വ മുക്തം സമാത്രാപി യദവ്യളീകം. ആരാധയാദോക്ഷജ പാദഫൽപം യദിച്ഛസേ അധ്യാസനമുത്തമോ യഥാ. യസ്യാംഘ്രിപത്മം പരിചര്യ വിശ്വ വിഭാവനായാത ഗുണാഭിപത്തേഃ. അജോ അദ്യദിഷ്ടദ്ഗലു പാരമേഷ്യം പദം ജിതാത്മശ്വസനാഭിവന്ദ്യം. തഥാ മുനർവോ ഭഗവാൻ പിതാമഹോ യമേകമത്യ പുരു ദക്ഷിണൈർമകൈഃ. ഇഷ്ടാഭിഭേദേ ദുരവാപമന്യതോ ഭൗമം സോകം ദിവ്യമതാപവർഗ്യം. തമേവ വത്സാശ്രയ ഭൃത്യവത്സലം മുമുക്ഷുഭിർഭൃഗഭതാം ജ ബദ്ധതിം. അനന്യഭാവേ നിജധർമ്മഭാവിതേ
മനസ്യവസ്ഥാപ്യ ഭജസ്വ പുരുഷം നാണ്യം തതഃ ഫലാശലോചനാത് ദുഃഖചിദം തേ മൃഗയാമി കഞ്ചന യോ മൃഗ്യത്തെ കസ്യ ഗൃഹീത പൽപയാ ശ്രിയേതരൈരംഗവിമഗ്യമാണയാ മൈത്രേയ ഉവാച ഏവം സഞ്ജൽപിതം മാധുരാ കർണ്യാർത്ഥഗമം വചഃ സംനിയമ്യാത്മന ആത്മാനം നിശ്ചക്രാമ പിതുഃ പുരാത് നാരദസ്തതുപകർണ്യ ജ്ഞാത്വാ തസ്യ ചികീർഷിതം സ്പൃഷ്ടമൂർധന്യഗണേന പാണിനാ പ്രാഗവിസ്മിതഃ അഹോ തേജക ക്ഷത്രിയാണാം മാനഭംഗമമർഷ്യതാം ബാലോ അപ്യയം ഹൃദാ ദത്തേ യൽസമാതുര സദ്വജഃ നാരദ ഉവാച നാദുനാപ്യവമാനം ദേ സമ്മാനം വാപി പുത്രഃ ലക്ഷയാമഃ കുമാരസ്യ സക്തസ്യ ക്രീഡനാദിഷു വികൽപേ വിദ്യമാനേ അഭിനാശ സന്തോഷഖേദവഃ പുംസോ മോഹമൃദേ ഭിന്ന യല്ലോകേ നിജകർമ്മഭിः പരിതുഷ്യോസ്തതസ്താദ താവന്മാത്രേണ പുരുഷഃ ദൈവോപസാദിതം യാവദ്ദേക്ഷേശ്വരഗതിം ബുധഃ അധമാത്രോപദിഷ്ടേന യോഗേന വരുരുത്സസേ യത്പ്രസാദം സ വൈ പുംസാം ദുരാരാധ്യോ മതോ മമ മുനയഃ പദവിം യസ്യ നിസ്സംഗേ നോരു ജന്മഭിः ന വിദുർമൃഗയന്തോ അഭി തീവ്രയോഗ സമാധിന അതോ നിവർത്തതാമേഷ നിർബന്ധസ്തവ നിഷ്ഫലഃ യദേഷതേ ഭവാൻ കാലേ ശ്രേയസാം സമുപസ്ഥിതേ യസ്യ യദ്ദൈവവിഹിതം സതേന സുഖദുഃഖയോഗോ ആത്മാനം തോഷയൻ ദേഹേ തമസഃ പാരമെച്ചതി ഗുണാധികാൻ മുദം ലിപ്സേദനുക്രോശം ഗുണാതമാത് മൈത്രീം സമാനാധ്വന്നിച്ഛേന താവൈരവിഭൂയതേ ധ്രുവ ഉവാച സോവയം ശ്രമോ ഭഗവത സുഖദുഃഖകഥാത്മനാം ദർശിതഃ കൃപയാ പുംസാം ദുർദർശോ അസ്മദിദൈസ്തു യഃ അദാഭിമേ അവനീതസ്യ ക്ഷാത്രം ഘോരമുപേയുഷഃ സുരുജ്യ ദുർവജോ ബാണിർന ഭിന്നേ ശ്രയതേ ഹൃദി പദം ത്രിഭുവനോത്കൃഷ്ടം ജിഗീഷോഹോ സാധുകർമ്മമേ ബൃഹസ്പത് പൃഥിവിർബ്രഹ്മന്ന നൈരപ്യ നദിഷ്ഠിതം നൂനം ഭവാൻ ഭഗവതോ യോ അങ്കജഃ പരമേഷ്ഠിനഃ വിദൂദന്നടതേ വീണാം ഹിതാർത്ഥം ജഗദോർ അർക്കവതേ മൈത്രേയ ഉവാച ഇത്യുദാഹുതമാകർണ്യ ഭഗവാൻ നാരദസ്തദാ പ്രീതഃ പ്രത്യാഹം തം ബാലം സദ്വാക്യമനുകമ്പയാ നാരദോ ഉവാച ജനന്യാഭിഹിതഃ പന്ഥാഃ സബൈനികേ ശ്രേയസസ്യതേ ഭഗവാൻ വാസുദേവസ്തം ഭജ തത്പ്രവണാത്മനാ ധർമാർത്ഥകാമമോക്ഷാഖ്യം യ ഇച്ഛേത്രേയ ആത്മനഃ ഏകമേവ ഹരേ തത്ര കാരണം പാദസേവനം തത്താദഗച്ഛ ഭദ്രം തേ യമുനായാസ്തടം ശുചി പുണ്യം മധുവനം യത്ര സാന്നിധ്യം നിത്യതാ ഹരേഹേ സ്നാത്വാനുസവനം തസ്മിൻ കാളിന്ദ്യാഃ സലിലേ ശിവേ കൃത്യോജിതാനി നിവസന്നാൽപനഃ കൽപ്പിതാസനഃ പ്രാണായാമേന ത്രിവ്രത പ്രാണേന്ദ്രിയമനോമലം ശനിർവിദസ്യാഭിധ്യായേന്മനസാ ഗുരുണാ ഗുരും പ്രസാദാഭിമുഖം പ്രസന്നവദനേഷണം സുനാസം സുഭ്രുവം ചാരുകപോലം സുരസുന്ദരം തരുണം രമണീയാംഗമരുണോഷ്ടേക്ഷണാദരം പ്രണതയാശ്രയണം നമൃണം
നിർമ്മളം ശരണ്യം കരുണാർണവം ശ്രീവത്സാംഗം ഘനശ്യാമം പുരുഷം വനമാലിനം ശംഖചക്രഗദാ പത്മൈ രവിവ്യക്ത ചതുർഭുജം കിരീടിനം കുണ്ടലിനം കേയൂരവലയാന്വതം കസ്തുഭാഭരണഗ്രീവം പീതകൗചേയവാസസം കാഞ്ചേ കലാപര്യസ്തം ലസത്കഞ്ചന നൂപുരം ദർശനീയതമം ശാന്തം മനോനയനവർദ്ധനം പദ്ഭ്യാനകമണി ശ്രേണ്യാ വിലസദ്ഭ്യാം സമർച്ചതാം ഹൃത്പൽപകർണയ ദിഷ്ണ്യ മാക്രമ്യാത്പന്യവസ്ഥിതം സ്മയമാനാമവിദ്യായേൽസാനുരാഗാവലോകനം നിയതേനൈകബോധേന മനസാ പരദർശഭം ഏവം ഭഗവതോ രൂപം സുഭദ്രം ധ്യായതോ മനഃ നിർവൃത്യ പരയാ പൂർണം സമ്പന്നം ന നിവർത്തതേ ജപ്യശ്ച പരമോ ഗുഹ്യഃ ശ്രൂയതാം മേ നൃപാത്മജ യം സപ്തരാത്രം പ്രപടൻ പൂമാൻ പശ്യതി കേചരാൻ ഓം നമോ ഭഗവതേ വാസുദേവായ മന്ത്രേണാനേന ദേവസ്യ കുര്യാദ്രവ്യമയം ബുധഃ സപര്യാം വിവിധൈർദ്രവ്യൈർ ദേശകാല വിഭാഗവിദേ സലിലൈഃ ശുചിഭിർമാലേർ വന്യർ മൂലബലാദിഭിः ശസ്താങ്കുരശുകൈശ്ചാർത്തെ തുളസ്യാ പ്രിയയാ പ്രഭും ലബ്ധ്വാ ദ്രവ്യമഹീമർച്ചാം ക്ഷിത്യം ബാധിഷു വാർച്ചയേത് ആവൃതാത്മാ മുനിഃ ശാന്തോ യദ്വാഗ്മിത വന്യഭുഗ് സ്വേച്ഛാവതാരചരിതൈരചിന്യ നിജമായയാ കരിഷ്യദുത്തമ ശ്ലോകസ്തധ്യായേ ധൃതയംഗമം പരിചര്യ ഭഗവതോ യാവത്യഃ പൂർവസേവിതാഃ തമന്ത്രഹൃദയേനൈവ പ്രയുഞ്ജാൻ മന്ത്രമൂർത്തയേ ഏവം കായേന മനസാ വചസാ ച മനോഗതം പരിചര്യമാണോ ഭഗവാൻ ഭക്തിമത് പരിചര്യയാ പുംസാമമാഹിനാം സമ്യക് ഭജതാം പാപവർദ്ധനഃ ശ്രേയോ ദിശപ്യഭിമിതം യദ്ധർമാദേഷു ദേഹിനാം വിരക്തചേന്ദ്രിയരതോ ഭക്തിയോഗേന ഭൂയസാ തം നിരന്തരഭാവേന ഭജേതാന്ത വിമുക്തയേ ഇത്യുക്തസ്തം പരിക്രമ്യ പ്രണമ്യ ച നിവാർഭകഃ യയോ മധുവനം പുണ്യം കരേ ചരണചർച്ചിതം തപോവനം ഗതേ തസ്മിൻ പ്രവിഷ്ടോ അന്തഃ പുരം മുനിഃ അർഹിതാർഹണഘോരാജ്ഞ സുഖാസേന ഉവാചതം നാരദ ഉവാച രാജൻ കിം ധ്യായസേ ദീർഘം മുഖേന പരിശുഷ്യത കിം വാ നരിഷ്യതേ കാമോ ധർമ്മോ വാർത്തേന സംയുതഃ രാജോവാച സുതോ മേ ബാലകോ ബ്രഹ്മൻ സ്ത്രൈണേ നാകരുണാത്മന നിർവാസിതഃ പഞ്ചവർഷഃ സഹമാത്ര മഹാൻ കവിഃ അഭ്യനാദം വനെ ബ്രഹ്മാന്മാസ്മദന്ത്യർഭകം മൃഗാഃ ശ്രാന്തം ശയാനം ക്ഷുദിതം പരിമ്ലാന മുഖാംബുജം അഹോ മേ പദ ദൗരാത്മ്യം ശ്രീജിത സ്യോപധാരയ യോ അംഗം പ്രേംണ ആരുരോഷന്തം നാഭ്യനന്ദ മസത്തമഃ നാരദ ഉവാച മാമാശുചകസ്വതനയം ദേവഗുപ്തം വിശാംബദേ തൽപ്രഭാവമഭിജ്ഞായ പ്രാവർത്തേയദൃശോ ജഗത് സുദുഷ്കരം കർമ്മ കൃത്വാ ലോക പാലൈരപി പ്രഭുഃ ഐഷത്യ ചിരതോ രാജൻ യശോ വിപുലയം സ്തവ മൈത്രേയ ഉവാച
इति देवर्षेण प्रोक्तं विश्रुत्य जगदीपतिके राजलक्ष्मीमनाधृत्य पुत्रमेव न्वचिन्तयत् तत्राभिषिक्तः प्रयतस्तामुघोष्य दिवावरिं समाहितः परिचर्य दुष्य देशेन पुरुषं त्रिरात्रान्ते कवित्तबधरासनः आत्मवृत्त्यानुसारेण मासं निन्ने अर्चयन् हरिं द्वितीयं च तदा मासं षष्ठे अर्भगोदिने तृणपर्णादिभिः शीर्णैः कृदानो अभ्यर्चयद्यवं तृतीयं चानयान् मासं नवमे अगनी अब्बवाट उत्तम श्लोकमुपदाबाल् समादिना चतुर्थमपि वै मासं द्वादशे अहनि वायुभक्षोज्जितश्वासो ध्यायन् देवममाधारयत् पञ्चमे मासेऽन्युप्राप्ते जितश्वासो नृपात्मजः ध्यायन् ब्रह्मपदैकेन तस्थो साणुरिवा जलः सर्वतो मनमाकर्ष्य हृदि भूतेन्द्रियाशयं ध्यायन् भगवतो रूपं नाद्राचेत् किञ्चनाचरं किञ्चनापरम् आधारं महदादेन प्रधानपुरुषेश्वरं ब्रह्मधारयामाणस्य त्रयो लोकाश्च गम्भीरे यदैकपादेन स पार्थिवार्भक तस्थौ तदङ्गुष्ठनिपीडिता मही ननाम तत्तार्धमिवेन्द्रदिष्टिता तरीव सव्येदरदः पदे तस्मिन् विदायति विश्वमाल्पनो द्वारं निरुद्य सुमनन्यया धिया लोकान्निरुच्यासनि पीडिता वृषं सलोकपालाः शरणं ययोर्हरिं देवावोजुगो नैवं विदामो भगवन् प्राणरोधं चराचरस्याखिल सत्त्वधाम्नः विदेहि तन्नो व्यजिनाति मोक्षं प्राप्ता वयं त्वां शरणं शरण्यम् श्रीभगवानुवाच मा वैष्टबालं तपसो दुरत्यया निवर्तयिष्ये प्रतियादस्वधाम यतो हि भग प्राणनिरोधासे दौतानपादिर्मयि सङ्गदात्मा श्रीहरये नमः इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां चतुर्थस्कन्धे ध्रुवचरिते अष्टमोऽध्यायः सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्द गोविन्द।